ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോണ മരിയ ബിച്ചു. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് ഞാനൊരു ഫാർമസി പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരു ട്യൂബ് മുഴുവൻ യൂസ് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. അതുകൊണ്ട് ഞാൻ ആ ഒരു ക്രീമിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫാർമസി ക്രീം എന്നൊക്കെ പറയുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്രീമുകളാണ്. അത് ഡോക്ടറൊക്കെ സജസ്റ്റ് ചെയ്താണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യാറ്. അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ക്രീമാണ്, അതെനിക്ക് വർക്കായി. അപ്പം നിങ്ങളുമായിട്ടും കൂടി ആ ഒരു ക്രീമിൻ്റെ റിവ്യൂ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. അതുപോലെ തന്നെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഡോണ എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ലൈഫ് സ്റ്റൈല്, ബ്യൂട്ടി വ്ലോഗ്, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുറത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് റോഡ് സൈഡിനടുത്താണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഒക്കെ ഒത്തിരി ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പം നമ്മുടെ ഫാർമസി ക്രീം ഏതാണെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫാർമസി ക്രീം വരുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ആൻഡ് നിക്കോട്ടിനമൈഡ് ജെൽ എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് വരുന്നത്. എൻ്റെ വീട് കോട്ടയത്താണ്. അപ്പം ഞാൻ കോട്ടയത്ത് ജില്ലാ ആശുപത്രിയിലായിരുന്നു സ്കിന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പൊതുവേ ജില്ലാ ആശുപത്രിയിലാണ് സ്കിന്ന് കാണിക്കാറുള്ളത്. അപ്പോൾ അവിടുത്തെ ഡോക്ടറാണ് എനിക്ക് ഈ ഒരു ക്രീം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് ആൻഡ് നിക്കോട്ടിനമൈഡ് ജെൽ എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര്. അപ്പം ഇതിനകത്ത് 20 ഗ്രാമാണ് ക്വാണ്ടിറ്റി വരുന്നത്. 180 രൂപയോ മറ്റോ ആണ് എനിക്ക് ഈ ഒരു ക്രീമിനായിട്ടുള്ളത്. അത് 180 രൂപയാണ് എനിക്ക് ഈ ഒരു ക്രീമിന് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഞാൻ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. ആകെ തരി മാത്രമേ ഉള്ളൂ. അതിപ്പോൾ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുമ്പോൾ തന്നെ തീരും. അപ്പം ഈ ഒരു ക്രീമാണ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഫേസ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തത്. അതായത് കുരുക്കളും കാര്യങ്ങളും പാടുകളൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ എനിക്ക് ഈ ഒരു ക്രീം സജസ്റ്റ് ചെയ്തത്. ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ എല്ലാ ദിവസവും വൈകിട്ടാണ് ഇത് യൂസ് ചെയ്യാറ്. വൈകിട്ടാണ് നമുക്ക് ഫാർമസി പ്രോഡക്റ്റ് ഒക്കെ വൈകിട്ട് മുഖത്ത് തേക്കുന്നതാണ് നല്ലത്. കൂടുതലും നമ്മൾ ഇതൊക്കെ തേച്ച് വെയിലത്തോട്ടൊക്കെ ഇറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വൈകിട്ട് നിങ്ങളിത് തേക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. വൈകിട്ട് ഉടനെ തേച്ചിട്ട് നിങ്ങൾ പോയി കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ മുഖത്തേക്ക് തേക്കുക. അതാകുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആയിക്കോളും. അല്ല നിങ്ങൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കിടക്കുന്നതിന് മുന്നേ മുഖത്ത് തേച്ചു, എന്നിട്ട് നിങ്ങൾ പോയി കട്ടിലേക്ക് കിടന്നു, അപ്പോഴത്തേക്ക് ബെഡേലും തലവണയിലൊക്കെ പറ്റിയിട്ട് ആ ഒരു ക്രീമൊക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. സോ നിങ്ങൾ കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഈ ഒരു ക്രീം തേക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ മുഖത്തേക്ക് അബ്സോർബ് ആയിക്കോളും. എന്നിട്ട് നിങ്ങൾ കിടക്കുക. നമ്മുടെ സ്കിൻ ടോൺ ഏതാണ്, ഏത് കളറാണ്, അതിലല്ല വലിയ കാര്യം ഇരിക്കുന്നത്. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല കാര്യം എന്ന് പറയുന്നത്. എല്ലാ സ്കിൻ ടോണിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്, ഒരു പ്രത്യേകത ഭംഗിയുണ്ട്. ഇപ്പോൾ ഭയങ്കര വെളുത്തവർക്ക് മാത്രമല്ല സൗന്ദര്യമുള്ളത്, കറുത്തവരിൽ തന്നെ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. അതുപോലെ തന്നെ മീഡിയം ഷെയ്ഡ് ഉള്ളവരിൽ നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആക്കി വെക്കുക, അതാണ് നമ്മുടെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭംഗീനെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന കാര്യം. ഞാനിപ്പം ഈ ഒരു ക്ലിൻഡാമൈസിൻ ക്രീം അല്ലാണ്ട് ഞാൻ പല ഹോം റെമഡീസും പിമ്പിളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹോം റെമഡീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ ഫേസ് പാക്കൊക്കെ ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ ഞാൻ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്യാറുണ്ട്. എനിക്ക് പറ്റുന്ന ദിവസം അത്രയും ഞാൻ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ ഏതാണെന്നൊക്കെ യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നുന്ന ഫേസ് പാക്കൊക്കെ ഞാൻ ലോങ് വീഡിയോ ആയിട്ടും ചെയ്യാറുണ്ട്. ഫേസ് പാക്ക് ഒക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ക്രീമുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു ക്രീമും യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ചെവിയുടെ പുറകിലായിട്ട് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് കുറച്ച് ക്രീം എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ, ചൊറിച്ചിൽ, എന്തെങ്കിലും തടിച്ചു പൊങ്ങി വരിക, കുരുക്കൾ, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു ക്രീം നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം എല്ലാവരുടെയും സ്കിന്ന് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ചിലർക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ട് ഇത് വർക്കാവും, ചിലർക്ക് ഇത് വർക്കാവണമെന്നില്ല.
ചിലടത്ത് ശരിയാവും, ചിലടത്ത് ശരിയാവത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന പോലെ. ചിലർക്കൊക്കെ വർക്കാവും, ചിലർക്കൊക്കെ വർക്കാവില്ല. അപ്പം എല്ലാവരും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാവുള്ളൂ. ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും എടുക്കേണ്ട, കുറച്ചെടുത്തിട്ട് ഫേസിലൊന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മാത്രം മതി. അപ്പം അടിപൊളിയായിട്ട് എനിക്ക് വർക്കായിട്ടുള്ളൊരു ക്രീമാണ് ഈ ഒരു ക്രീമിൻ്റെ ക്ലിൻഡാമൈസിൻ ഫോസ്ഫേറ്റ് നിക്കോട്ടിനമൈഡ് ജെൽ എന്ന് പറയുന്ന ഈ ഒരു ക്രീം എന്ന് പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ ഫാർമസിയിലും ഈ ഒരു ക്രീം അവൈലബിൾ ആണ്. 180 രൂപയെ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് പൈസ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ പൈസ കയ്യിലുള്ളപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീം വാങ്ങുക, ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പേടിയുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് ഈ ഒരു ക്രീം തേക്കാവോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചതിന് ശേഷം നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് നല്ലൊരു ക്രീമായിട്ട് തോന്നി, നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നി. അപ്പം നിങ്ങൾ ഇത് ഒരു 2 മാസമെങ്കിലും അടുപ്പിച്ച് യൂസ് ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്കൊരു ബെറ്റർ യൂസ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താല്പര്യമുള്ളവരൊക്കെ ട്രൈ ചെയ്യുക. പേടിയുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫാർമസി മറ്റ് ക്രീമുകളുടെ സ്കിൻ വൈറ്റനിങ് ക്രീം, ബ്രൈറ്റനിങ് ക്രീം, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.